ഹലോ ഗായ്സ്, നമസ്കാരം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സ്റ്റാർ മാജിക്കിലുള്ള ശ്രീവിദ്യനെ കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രീവിദ്യയ്ക്ക് ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ ആൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രോൾസും അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് തംബ്നെയിൽ ഇങ്ങനെയായിരുന്നു: ഞാനും നന്ദുവും ഇപ്പോൾ ഒരുമിച്ചല്ല. നന്ദു എന്ന് പറയുന്നത് ആളുടെ ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഞാനും നന്ദു ഇപ്പോൾ ഒരുമിച്ചല്ല, ഇതാണ് കാരണം. അത് കൂടാതെ ആൾ വിഷമിച്ച് ഇരിക്കുന്ന ഒരു ഫോട്ടോ കൂടെ തംബ്നെയിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തംബ്നെയിലാണ് ഇത്രയും വിവാദമാവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ആൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പത്തേനും ആൾ ഇങ്ങനെ ഒരു തംബ്നെയിലിട്ട് ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും എല്ലാവരും വിചാരിച്ചു, എന്ത് പറ്റി, ഒരുമിച്ചല്ല എന്ന് പറയുന്നു, ഇവർ പിരിഞ്ഞു, ഡിവോഴ്സായോ, എന്താണ് കാരണം, എന്താണ് റീസൺ. അപ്പം അതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് കാരണം എന്നുള്ളത്. അപ്പം പെട്ടെന്ന് എല്ലാവരും പോയി നോക്കണം, ഇവർ പിരിഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാവരും പോയി നോക്കണം. ആ സമയത്താണ് ആൾ അതിൽ പറയുന്നത്, ഈ പിരിഞ്ഞ കാരണം പറയുന്നുണ്ട്, പിരിഞ്ഞിട്ടുള്ള ഒരു കാരണം ഇവരെന്തുകൊണ്ടാണ് പിരിഞ്ഞത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൂടാതെ അതിൽ ഒരു സംഭവം കൂടെ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ആണ് ഇത്രയും വിവാദമാവാനുള്ള കാരണം. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. അത് ശരിയാണ്, ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. അപ്പം എന്താണ് യൂട്യൂബിൽ വീഡിയോ ഇടാത്ത, എന്താണ് ഒരുമിച്ച് ഒന്നും ചെയ്യാത്തത് എന്ന് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു റീസൺ വന്ന് പറയാമെന്ന് വിചാരിച്ചു. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. ബൈ ദ വേ, ഇങ്ങനെ ഒരു വീഡിയോ അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇതാണ് 2025 ആദ്യത്തെ വീഡിയോ. ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇത് നമ്മുടെ കരിയർ ആൻഡ് എല്ലാം കൊണ്ട് നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു 2-3 ദിവസം കണ്ടിട്ടുണ്ടാവും. എൻ്റെ സ്റ്റോറി ഉണ്ടവർക്കറിയാം, ഒരു 2-3 തവണ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് നാളായി, സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. ഇതാണ് സത്യം. ഇതേ വിഷമാണ് നമുക്ക് ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തുതരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ തംബ്നെയിൽ കൊടുത്തിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിരിക്കുകയാണ് ആള്. അപ്പോൾ അതിലുള്ള കാരണം പറയുന്നുണ്ട്, പക്ഷേ അതിൽ കൂടുതലായിട്ടും പറയുന്നത് പരസ്യമാണ്. ഓക്കെ, പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ട് ആൾ അതിൻ്റെ കൂടെ കുത്തിക്കയറ്റിയ ഒരു സംഭവമാണ് ഇവർ പിരിഞ്ഞിരിക്കുകയാണ്, നന്ദുവായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം. അപ്പോൾ ഇങ്ങനെ മിസ്ലീഡിങ് തംബ്നെയിൽ കൊടുത്ത് എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കണം എന്നുള്ള രീതിയിൽ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 2-3 പേരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ എന്താണ് ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണോ ഗൈസ് മൂക്കുരു ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇതേ വിഷമമാണ് മറ്റേ ആഗ്നി സ്പോട്ടും മൗണ്ടൻ ഡ്യൂ ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതൊക്കെയാണ് എന്റെ പൊന്നി കൊച്ചെന്ന് പറയുന്നത്. എന്തോ കിളി പോയോ? അല്ലെങ്കിൽ മൂക്കുരുവിന്റെ ഒക്കെ കാര്യം ഇപ്പൊ ഇവിടെ പറയേണ്ട ആവശ്യകത എന്താണ്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാര്യം പറയുമ്പോൾ കാര്യം പറയേണ്ട പോയി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തുതരാം. അപ്പോൾ ഈ ഡാർക്ക് സ്പോട്സും ബ്ലെമിഷസും അതുപോലെ തന്നെ ആക്നെ മാർക്കൊക്കെ മാറ്റിയിട്ട് ഈവൻ ടോണും ബ്രൈറ്റ് ആൻഡ് സ്കിന്നും തരാനുള്ള ഒരു സിറം ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ. യെസ്, ഞാൻ ആടക്കുന്ന വലിച്ച് ഇവര് പിരിയുന്ന കാണാമെന്ന് നമ്മളിപ്പോ ആരായി അതിന്റെ ഇടയിൽ കൂടെ പരസ്യം കുത്തിക്കയറ്റി പ്രൊമോഷൻ. ഇങ്ങനെ ഒരു തമ്പനയിൽ എടുത്ത് വെച്ചിട്ട് കണ്ട് അതിനകത്ത് പരസ്യം കുത്തിക്കയറ്റി. ലേശ ഉളുപ്പുണ്ട്. എന്തിനാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്തോ കാര്യം? ഇത് അല്ലാത്ത വല്ല കണ്ടന്റ് കണ്ട് പിന്നെയും കുഴപ്പമില്ല. ഇത് രണ്ടുപേരുടെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന ഒരു മൊമെന്റ്. അതിനെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പക്ഷേ ഇത് തെറ്റിദ്ധരിപ്പിക്കാനാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എനിക്കത് മനസ്സിലാവാത്തത്. ഉടനെ എങ്ങനെ കഴിയുന്നു? സത്യം പറഞ്ഞാൽ ശ്രീവിദ്യ മുല്ലശ്ശേരി സോ സാഡ്, വെരി സാഡ്. നിങ്ങളോട് പറയുന്നതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിച്ചത് വളരെ മോശമായി പോയി എന്നുള്ളത് വ്യക്തിപരമായി പറഞ്ഞു. നിങ്ങൾ സ്റ്റാർ മാജിക് പോലുള്ള പ്രോഗ്രാമിൽ നിന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗുരുമാല, നമ്മുടെ ചേട്ടൻ്റെ പ്രോഗ്രാം, പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി അറിയുന്നതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ നിങ്ങൾ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ. പക്ഷേ നിങ്ങളിപ്പോൾ ഈ കാണിക്കുന്നത് ഭയങ്കര, എനിക്കറിയത്തില്ല. ഇവരുടെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ കുറിച്ച് കൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്, ഡു യു ഹാവ് എനി ഷെയിം ടു പോസ്റ്റ് വീഡിയോ വിത്ത് പാത്തറ്റിക് തംബ്നെയിൽസ് ആൻഡ് ക്യാപ്ഷൻസ്? ഞാൻ ചോദിച്ചതല്ല. ഒരു ദിവസത്തിന് മുമ്പ് തന്നെ ഇവിടെ കമന്റ് ബോക്സിൽ 65 പേര് അതിനകത്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട്. യു ഈവൻ പുട്ട് ദ #breakup so bad behavior. അത് വിട്ടിട്ടുണ്ടോ? അത് മാറ്റിയിട്ടുണ്ടോ കേട്ടോ. ആ ബ്രേക്കപ്പിൻ്റെ ഒക്കെ ഹാഷ്ടാഗ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തി. എൻ്റെ പൊന്നെ, സമ്മതിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നാലും അതിനകത്ത് ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബം തകർന്നു തോന്നിപ്പിക്കുന്ന ഒരു കാര്യം. വീണ്ടും അടുത്ത കമന്റ്, വ്യൂസ് കൂടാനാണോ ഇത്? നമ്മുടെ കമന്റ് അതാണ്, വ്യൂസ് കൂടാനാണോ ഇതുപോലെ ചീപ്പ് ക്യാപ്ഷൻ? വളരെ മോശം എന്ന്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് എന്തിനാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ ഇവരെ പറ്റിച്ചുകൊണ്ടൊരു തംബ്നെയിൽ, അതും സ്വന്തം കാര്യം വെച്ച്, അതായത് അവരുടെ ഫാമിലിനെ വെച്ചിട്ട്, അതായത് ഒരു ലൈഫ് പാർട്ട്ണറിനെ വെച്ചിട്ട് ഇത്രയായിട്ടുള്ളൂ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, അപ്പോഴത്തേനും ഇങ്ങനെ ഒരു തംബ്നെയിലിട്ട് ആളുകളെ പറ്റിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ള രീതിയിലായിരുന്നു മിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ട്രോൾസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതിനെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. അത് അവരുടെ വേറൊരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ,
കാരണം ഇത് ഈ സബ്സ്ക്രൈബേഴ്സിനെ തന്നെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഇതുപോലെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയത്. അതിന് ഈ വീഡിയോ ചെയ്യുന്നവനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു വീഡിയോ ഇട്ട് റിയാക്ഷൻ വീഡിയോ ഇടുന്നവർ അതുമായി ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളും അവർക്ക് തോന്നുന്ന, അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് അതിലെന്താണോ തെറ്റ് തോന്നുന്നത് ആ തെറ്റ് അവർ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നിങ്ങളെയും കുറ്റം പറയാം. നിങ്ങൾക്ക് വേറെ, അതായത് വേറെ തമ്മിൽ കൊടുക്കായിരുന്നു. പക്ഷെ ഇതിൽ മെയിനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന പ്രൊമോഷനാണ്. എന്നിട്ട് തമ്മിൽ കൊടുത്തത് ഇതും. അപ്പോൾ ചോദിക്കുന്ന പോലെ ഇതല്ലാണ്ട് എത്രയോ തമ്മിൽസ് മാറ്റിയിട്ട് ഇതല്ലാതെ കൊടുക്കായിരുന്നു. പക്ഷെ ആൾ കൊടുത്തത് ഇതാണ്. ഇതെന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിച്ചിട്ട്, അതായത് ഇത് കാണുമ്പോഴത്തേനും എല്ലാവരും വിചാരിക്കുന്നത് ഇവർ പിരിഞ്ഞു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്വന്തം പാർട്ട്ണറിനെയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഒരു തമ്മിൽ ഇട്ടത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ ശ്രമിക്കുന്നത്, വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെയായിട്ട് ഈ ശ്രീവിദ്യ മുല്ലശ്ശേരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെയാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന് മൊത്തമായ ഒരു കുറ്റം പറയുന്ന രീതിയിലാണ്. അതായത് ഇവർ അവരുടെ കണ്ടന്റ് വെച്ചുണ്ടാക്കി ക്യാഷ് ഉണ്ടാക്കി വ്യൂസ് ഉണ്ടാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത്. മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. 1,57,000 വ്യൂസുമായിട്ട് ഒരു ദിവസമായിട്ടില്ല 14 മണിക്കൂറിൽ 1,57,000 വ്യൂസുമായിട്ട് പുള്ളി മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങളിൽ നിന്ന് കിട്ടിയ, ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി 1,57,000 വ്യൂസ്. ഞാൻ ഇത് പറയുന്ന വേറൊന്നുമല്ല, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്. 84,000 വ്യൂസും ഏകദേശം 300ഓളം അൺസബ്സ്ക്രൈബ്. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഒരവിടെ ക്യാമറയും വെച്ച് ഒരവിടെ ഇരുന്നിട്ട് അതും ഇതും പറഞ്ഞിട്ട് അവരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് കൂടുതൽ ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ ആരാണ് ഞങ്ങളുടെ ലൈഫ് വിറ്റ് ക്യാഷ് ആക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ആൾ പറഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ്, അതായത് ഈ നന്ദു എന്ന് പറയുന്ന ആൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ ആ കണ്ടന്റ് എടുത്തിട്ട് തന്നെയായിരിക്കും റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തമ്മിൽ കൊടുത്തു, സത്യസന്ധമായി വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ നിങ്ങളെ എതിർത്തിട്ടോ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ അതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് വെള്ളഭൂഷണിട്ട് ഒരു കാര്യമില്ല. അത് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഒട്ടുമിക്ക സബ്സ്ക്രൈബേഴ്സും പറഞ്ഞിട്ടുള്ളത് തമ്മിൽ വെച്ച് പറ്റിച്ചത് തെറ്റായി എന്നുള്ള ഞാൻ കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ നെഗറ്റീവ്സ് തന്നെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വന്തമായി ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ചെയ്തത് തെറ്റ്. ആ തെറ്റ് മനസ്സിലാക്കി അത് തുറന്നു പറഞ്ഞ് പിന്നെ എന്തെങ്കിലും അവരെ പറയണമെങ്കിൽ ഒരു ന്യായമുണ്ട്. ഇത് നമ്മുടെ മേലെ ഒരു തെറ്റുമില്ല. തെറ്റ് മൊത്തം ഈ വീഡിയോസും ട്രോൾസും എല്ലാം ചെയ്ത ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്തവർ ഇവർക്കെതിരെ വീണ്ടും ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് വീഡിയോസും ക്ലിപ്സൊക്കെ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം. പറക്കെടുത്തോണ്ടൊന്ന് ലേലം വിളിക്കുക, ഇരുത്തി വിറ്റ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നത് നിങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അഭിപ്രായം പറഞ്ഞു. ഇനിയിപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർക്ക് വേറെ പണിയില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അണ്ണ. അതിലോട്ട് ഞാൻ വരാം. അതിപ്പം ഞാൻ പറഞ്ഞുതരാം. അണ്ണൻ എന്തായാലും എല്ലാം പറഞ്ഞു തന്നിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഞങ്ങളിൽ നിന്ന് കിട്ടിയ, ഞങ്ങളുടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയ കണ്ടന്റിൽ നിന്ന് കിട്ടിയ പൈസയായിട്ട് പുള്ളി പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു തരത്തിലുള്ള അധ്വാനവും ചെയ്യാതെ ചെറിയതായിട്ട് ക്യാമറ പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പുള്ളിക്ക് കിട്ടി 1,57,000 വ്യൂസ്. സ്വന്തമായിട്ട് ഒരു അധ്വാനം ഇല്ലാതെ ക്യാമറ പിടിച്ചിട്ട് പുള്ളിക്കും കിട്ടി 1,70,000 വ്യൂസ്. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ചെയ്യുന്ന 10 ഇരട്ടി എഫർട്ട് ഇട്ടിട്ടാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത്. ഒരു സാധനം തപ്പിപ്പോണം, തപ്പി കണ്ടുപിടിച്ച് അതിന്റെ മുക്കും മൂലയും പല സ്ഥലങ്ങളിലാണ് ഒപ്പിക്കണം. ഒപ്പിച്ചതിന് ശേഷം വീണ്ടും പണിയുണ്ടേ. അതിനെ കട്ട് ചെയ്തൊക്കെ മാറ്റി എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്പുറത്തിട്ട് ഇപ്പുറത്തിട്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത് നമ്മുടെ അഭിപ്രായം പറഞ്ഞ് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അതിൻ്റെതായ കുറെ റിസ്കുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അതിനെ എഡിറ്റ് ചെയ്ത് എടുത്ത് കയറ്റി വച്ച് പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ വേർത്ത് പണ്ടാരടങ്ങൂടെ. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ പോലെയുള്ളവരാ ക്യാമറ ഓൺ ചെയ്യും, കയറി സോഫയിലിരിക്കും. അത് പിന്നെ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണ് കേട്ടോ. നമ്മളിങ്ങനെ അതുവഴി പോയപ്പോ എന്നിട്ട് ഇടയ്ക്ക് കൂടെ ഒരു പ്രോബ്ലം. ഇതാണ് കണ്ടന്റ്. ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ ഇടേണ്ടിയിരുന്നത്? നിങ്ങൾ ക്യാപ്ഷൻ പലതും ഇടാം. നന്ദു ദൂരെ ജോലി കിട്ടിപ്പോയി, ഞാൻ വീട്ടിലായി, അങ്ങനെ ഇടാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇതല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വേർപിരിഞ്ഞു പോകുന്ന രീതിയിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്, ക്ലിക്ക് ബൈറ്റ് സാധനം നമ്മൾ ഇടാറുണ്ട്. പക്ഷെ അത് സ്വന്തം കുടുംബത്തിൽ ഇടൂലടേ. അങ്ങനെ ഇടാൻ എങ്ങനെ മനസ്സ് വരുന്നടേ? എനിക്ക് അറിഞ്ഞൂടേ. അതുകൊണ്ട് പറഞ്ഞതടേ. ഞാൻ അല്ലാതെ എന്തോന്ന് പറയാനിടേ. ഇതിനി വീണ്ടും ഇട്ട് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത്ര കേട്ടാൽ മതി, വേണമെങ്കിൽ മനസ്സിലായിരിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് ആ വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തത്. പക്ഷെ ശ്രീവിദ്യയുടെ ഹസ്ബൻഡും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ തെറ്റും റിയാക്ഷൻ യൂട്യൂബേഴ്സിൻ്റെയാണ്.